യാദൃച്ഛികമായി ഒരു കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം തന്ത്രപൂർവ്വം മറയ്ക്കുകയും കൃത്രിമ തെളിവുകൾ ചമച്ച് നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതായിരുന്നു ദൃശ്യം എന്ന സിനിമയുടെ പ്രമേയം. ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് നടന്ന സമാന കൊലപാതകങ്ങളുടെ എല്ലാം പഴി ഈ സിനിമയ്ക്കായി. ചില കൊലയാളികളെങ്കിലും സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തെളിവുകൾ നശിപ്പിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. സമീപകാലത്ത് ഇത്തരം കൊലപാതകങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലാണ്. നവജാത ശിശുക്കൾ മുതൽ വയോധികന്മാർ വരെ കൊല്ലപ്പെട്ട 6 കേസുകളാണ് കഴിഞ്ഞ 7 മാസത്തിനിടെ ആലപ്പുഴയിലുണ്ടായത്. ആ സംഭവങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ മാത്രം കഴിഞ്ഞ 7 മാസത്തിനിടെ നടന്നത് അതിക്രൂരമായ 6 കൊലപാതകങ്ങൾ. എല്ലാ കൊലപാതകങ്ങൾക്കും സമാന സ്വഭാവം. കൊലയ്ക്ക് ശേഷം മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടി. തെളിവുകൾ നശിപ്പിക്കാനും നിയമത്തിന്റെ കണ്ണുകെട്ടാനും തന്ത്രപൂർവ്വം ശ്രമിച്ചു. എല്ലാ കേസുകളിലും പ്രതികളെ വലയിലാക്കാൻ പോലീസിന് സാധിച്ചെങ്കിലും തുടരെയുണ്ടാകുന്ന കൊലപാതകങ്ങളും പിന്നിലെ ദുരൂഹതകളും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഏപ്രിൽ 18-ന് ആലപ്പുഴ പൂങ്കാവിൽ നടന്ന റോസമ്മ കൊലക്കേസ് മുതൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിലുണ്ടായ വിജയലക്ഷ്മിയുടെ കൊലപാതകം വരെ നീളുന്നു ഞെട്ടിക്കുന്ന ആ കൊലപാതക പരമ്പര. കുറ്റകൃത്യം ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം പേരും അത് നിയമത്തിന്റെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നവരാണ്. കൊലപാതകം ചെയ്യുന്ന പലരും ആദ്യം ശ്രമിക്കുക മൃതദേഹം ആരും കാണാതെ ഒളിപ്പിക്കാനാകും. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 7 മാസത്തിനിടെ മാത്രം ഇത്തരം 6 കേസുകളാണ് ഉണ്ടായത്. ഈ വർഷം ഏപ്രിൽ 18-നായിരുന്നു ആദ്യ കൊലപാതകം. കൊല്ലപ്പെട്ടത് പൂങ്കാവ് സ്വദേശി റോസമ്മ. കൊന്നതാകട്ടെ സഹോദരൻ ബെന്നിയും. റോസമ്മയുടെ 2ാം വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് ബെന്നി സഹോദരിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി അടുക്കളയോട് ചേർന്ന് കുഴിച്ചിട്ടത്. റോസമ്മയെ കാണാതായത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതിനിടെ ബെന്നി കുറ്റസമ്മതം നടത്തിയതോടെയാണ് കൊലപാതകം പുറം ലോകമറിഞ്ഞത്. ചെന്നിത്തലയിൽ 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിനുള്ളിൽ തള്ളിയതാണെന്ന് പോലീസ് കണ്ടെത്തിയത് ജൂലൈ 2-ന്. ഇരമത്തൂർ മീനത്തേതിൽ കലയാണ് കൊല്ലപ്പെട്ടത്. പോലീസിന് ഊമക്കത്ത് ലഭിച്ചതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഭർത്താവ് അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്നായിരുന്നു കലയെ കൊലപ്പെടുത്തിയത്. ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ ഇതുവരെ നാട്ടിലെത്തിക്കാനായിട്ടില്ല. ചേർത്തല സ്വദേശിയും അവിവാഹിതയുമായ ഡോണ ജോണി വീട്ടിൽ പ്രസവിച്ച ശേഷം അത് മറച്ചുവെക്കാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെ പുറത്തറിഞ്ഞത് മറ്റൊരു കുറ്റകൃത്യമായിരുന്നു. 4 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം തകഴി കുന്നുമ്മലിലെ പാടശേഖരത്തിന്റെ ബണ്ടിൽ കുഴിച്ചിട്ട നിലയിൽ ഓഗസ്റ്റ് 11-ന് കണ്ടെത്തി. ഡോണയ്ക്ക് പുറമെ കാമുകൻ തകഴി വിരുപ്പാല സ്വദേശി തോമസ് ജോസഫ്, ഇയാളുടെ സുഹൃത്ത് കുന്നുമ്മേൽ സ്വദേശി അശോക് ജോസഫ് എന്നിവർ കേസിൽ അറസ്റ്റിലായി. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയതിന് അമ്മയും കാമുകനും പിടിയിലായത് സെപ്റ്റംബർ 2-ന്. പ്രസവത്തിനു ശേഷം വീട്ടിലെത്തിയ യുവതി ആശാപ്രവർത്തകരോട് കുഞ്ഞിനെ ദത്തു നൽകിയെന്ന് പറഞ്ഞതോടെയാണ് കൊലപാതകം പുറത്തറിഞ്ഞത്. ചേന്നമ്പള്ളിപ്പുറം സ്വദേശി ആശ, ആൺസുഹൃത്ത് പല്ലുവേലി, രാജേഷ് ഭവനത്തിൽ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. 5 ദിവസം പ്രായമായ കുഞ്ഞിനെ രതീഷ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിടുകയായിരുന്നു. ഏറെ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു സുഭദ്ര കൊലക്കേസ്. 1 മാസം മുമ്പ് കാണാതായിരുന്ന എറണാകുളം കടവന്ത്ര സ്വദേശിനി സുഭദ്രയുടെ മൃതദേഹം കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ 10-നാണ്. കലവൂർ കാട്ടൂർ സ്വദേശി മാത്യൂസ്, ഭാര്യ ഷർമിള, ഇവരെ സഹായിച്ചതിന് കാട്ടൂർ സ്വദേശി റെയ്നോൾഡ് എന്നിവരാണ് കേസിൽ പിടിയിലായത്. മകളെപ്പോലെ കണ്ട ഷർമിള കൈക്കലാക്കിയ സ്വർണ്ണാഭരണങ്ങൾ സുഭദ്ര തിരികെ ചോദിച്ചതാണ് കൊലയ്ക്ക് കാരണമായത്. ഈ ഗണത്തിൽ ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമ്പലപ്പുഴ കരൂരിലെ വിജയലക്ഷ്മി കൊലക്കേസ്. കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടിയ ശേഷം ആൺസുഹൃത്ത് ജയചന്ദ്രൻ
ഫോൺ എറണാകുളത്ത് ബസ്സിൽ ഉപേക്ഷിച്ചു. ബസ് കണ്ടക്ടർ പോലീസിന് കൈമാറിയ ഈ ഫോണാണ് കേസിൽ നിർണായക തെളിവായത്. കുറ്റവാളി എത്ര കൗശലക്കാരനായാലും ചില തെളിവുകളെങ്കിലും അവശേഷിക്കുമെന്നാണ് കുറ്റകൃത്യങ്ങളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അമ്പലപ്പുഴ കരൂരിൽ മധ്യവയസ്കയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ തലയ്ക്ക് പിന്നിൽ 12ഓളം വെട്ടുകളേറ്റിരുന്നു. പ്ലെയറിന് തലയ്ക്കടിയേറ്റ് ബോധമില്ലാതെ കിടന്ന വിജയലക്ഷ്മിയെ വെട്ടുകത്തി ഉപയോഗിച്ച് പ്രതി ജയചന്ദ്രൻ നിരവധി തവണ വെട്ടി. അടിയേറ്റ് വീണ് കിടന്നിട്ടും അവരോട് പകയാണ് തോന്നിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ആദ്യഘട്ടം മുതൽ പോലീസിനെ അന്വേഷണത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള നീക്കമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കരൂരിലെ വീട്ടുവളപ്പിൽ നിന്ന് വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തും വരെയും എല്ലാവരുടെയും ധാരണ വിജയലക്ഷ്മി കൊല്ലപ്പെട്ടത് പ്ലെയർ കൊണ്ട് തലക്കടിയേറ്റെന്നാണ്. ഇൻക്വസ്റ്റ് നടത്തുമ്പോഴാണ് തലയ്ക്കു പിന്നിലെ ആഴമേറിയ മുറിവുകൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർ ചോദ്യം ചെയ്യൽ വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയാണ് കൊന്നതെന്ന് ജയചന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചു. ഇത് സ്ഥിരീകരിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ. മരണത്തിനു മുൻപും ശേഷവുമായി 12ഓളം വെട്ടുകൾ. പ്ലെയറിനടിയേറ്റ് ബോധരഹിതയായി കിടക്കുമ്പോഴും കൊല്ലണമെന്നാണ് തോന്നിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മരണമുറപ്പിക്കാൻ വാക്കത്തി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും വെട്ടുകയായിരുന്നു. ടെറസിൽ നിന്ന് കയറെടുത്തുകൊണ്ടുവന്ന് കഴുത്തിൽ കെട്ടി മുറ്റത്തുകൂടി വലിച്ചിഴച്ചുകൊണ്ടുപോയി. മൂടാനുള്ള കുഴിയിലേക്ക് മൃതദേഹം മാറ്റിയപ്പോൾ തല ഉയർന്നിരുന്നതിനാൽ വീണ്ടും കഴുത്തിൽ വെട്ടി. വെട്ടേറ്റ് തലയോട്ടി തകർന്നിരുന്നു. തലയിലെ മുറിവുകളല്ലാതെ ശരീരത്തിൽ മറ്റൊരിടത്ത് മാത്രമാണ് മുറിവുണ്ടായിരുന്നത്. മറ്റൊരു കാമുകനായ സുധീഷിന് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം വിജയലക്ഷ്മി പ്രകടിപ്പിച്ചതോടെയാണ് ജയചന്ദ്രന് പകയുണ്ടായത്. ഇതിനു മുൻപ് സുധീഷ് വിജയലക്ഷ്മിയുടെ അറിവോടെ ജയചന്ദ്രനെ മർദ്ദിച്ചിരുന്നു. ഒരിക്കൽ പ്രതി കൊല്ലത്തെ വീട്ടിലെത്തി വിജയലക്ഷ്മിയുടെ ഇരുചക്ര വാഹനത്തിന് തീയിട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. സുധീഷിനെ സ്വന്തമാക്കാനായി മലയാളപ്പുഴയിൽ പോയി വഴിപാടുകൾ ചെയ്യാൻ കൂടെ ചെല്ലണമെന്ന് വിജയലക്ഷ്മി ജയചന്ദ്രനോട് ആവശ്യപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ നിന്നും വിവാഹമോചിതയായി നാട്ടിലെത്തിയ വിജയലക്ഷ്മി കൊല്ലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. കളമശ്ശേരിയിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. കൊല്ലപ്പെട്ട ജെയ്സിയുടെ ഫോൺ കോൾ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ജെയ്സി എബ്രഹാം താമസിച്ച അപ്പാർട്ട്മെന്റിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ കളമശ്ശേരി പോലീസ് ശേഖരിച്ചു. ഞായറാഴ്ച രാവിലെ 10:30 ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവ് 12:50 മടങ്ങിയത്. ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങളും മൊബൈലും നഷ്ടപ്പെട്ട നിലയിലാണ്. ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നിന്നും 3 പേരെ പോലീസ് ചോദ്യം ചെയ്തു. കളമശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ജെയ്സി എബ്രഹാമിനെ ഞായറാഴ്ച വൈകുന്നേരമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ ആ ഘട്ടത്തിൽ ചോര വാർന്നു മരിച്ചു എന്നുള്ളതാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. പക്ഷെ പോലീസിനപ്പോൾ തന്നെ ഇതൊരു കൊലപാതകത്തിലേക്കുള്ള സാധ്യത സംശയം ഉണ്ടായിരുന്നു. ആ നിലയിൽ തന്നെ പോലീസ് അപ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ നടപടികളിലേക്ക് പോലീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഏകദേശം കുറേ കാലങ്ങളായി, ഇവിടെ ഒരു വർഷമായിട്ടില്ലെങ്കിലും അവർ ഏകദേശം ഇടപ്പള്ളി കേന്ദ്രീകരിച്ച് കുറേ കാലങ്ങളായി അവർ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു വർഷം ആയിട്ട് താമസിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അവരെ റെൻ്റൽ എഗ്രിമെൻറ്റ് പുതുക്കി അടുത്ത 11 മാസത്തേക്കുള്ള എഗ്രിമെൻറ്റ് വെച്ചെന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാരനോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കൃത്യമായി വാടകയെ കൊടുത്ത് പോകുന്ന ഒരു സ്ത്രീയാണ്. അവരും ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്ക് എടുത്തിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്ന അമൃത ആസ്പത്രിയുടെ പരിസരത്താണ് അവർക്ക് ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ്. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്. ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ സജീവമായിരുന്നു കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാം.
അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വർക്കലയിൽ യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ കൊട്ടാരക്കര സ്വദേശി വിനോദാണ് മരിച്ചത്. വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് സമീപത്തെ പുരയിടത്തിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹൃത്തിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ആരോപിച്ച് വിനോദിന്റെ ഭാര്യയും മക്കളും സുഹൃത്തും ചേർന്ന് അടുത്തിടെ ഇയാളെ മർദ്ദിച്ചിരുന്നു. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊട്ടാരക്കര സ്വദേശിയായ 42-കാരൻ വിനോദിനെ വാടകയ്ക്ക് താമസിക്കുന്ന മുട്ടപ്പലത്തെ വീടിന് സമീപം മരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുരയിടം വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരാണ് മൃതദേഹം ആദ്യം കാണുന്നത്. പുരയിടത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെയാണ് ഉടമസ്ഥൻ പുരയിടം വൃത്തിയാക്കാനായി ജോലിക്കാരെ ഏർപ്പാടാക്കിയത്. അയിരൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആത്മഹത്യ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കി. സുഹൃത്തിന്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ആരോപിച്ച് കഴിഞ്ഞ 15-ന് വിനോദിന്റെ ഭാര്യയും മക്കളും സുഹൃത്തും ചേർന്ന് വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇവരിൽ നിന്നും മർദ്ദനമേറ്റ വിനോദ് പുരയിടത്തിലൂടെ ഇറങ്ങി ഓടി. സംഭവം നാട്ടുകാർ അയ്യൂർ പോലീസിനെ അറിയിച്ചിരുന്നു. പിന്നീട് വിനോദിനെ ആരും കണ്ടിരുന്നില്ല. സ്ഥിരമായി റബ്ബർ വെട്ടാൻ പോകുന്ന സ്ഥലങ്ങളിലും ഇയാൾ ചെന്നിരുന്നില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരു 4 ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരു ചെറിയ വിഷയം നടന്നായിരുന്നു. അപ്പം ഇവൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. റബ്ബർ വെട്ടാണ് ജോലി. അപ്പം ഇവൻ വേറൊരു പെണ്ണിനെ കൊണ്ടായിട്ട് ഇവിടെ വന്ന് താമസിച്ചപ്പോഴത്തേക്ക് അവന്റെ ഭാര്യയും മക്കളും 3-4 പേര് കൂടി വന്നു. ഇവിടെ ഒരു പ്രശ്നവും വഴക്കൊക്കെ അടിക്കാൻ നടക്കുന്നുണ്ടാണ്. ഞാൻ രാത്രി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ പ്രശ്നം നടക്കുന്നു. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്ത ഈ റബ്ബർ വെട്ടുന്നത്. ഇവനെ പിന്നെ അതിനുശേഷം വിളിച്ച് റബ്ബർ വെട്ടാൻ ചെല്ലുന്ന വീട്ടിൽ തിരക്കിയപ്പോഴേ അവിടെ അവൻ 2-3 ദിവസം കൊണ്ട് ചെല്ലാറില്ല. അപ്പം എൻ്റെ വീട്ടിൽ ഇന്നലെയും മെനിങ്ങാന്നൊക്കെ ഭയങ്കര സ്മെല്ല്. അങ്ങനെ ഞാൻ രാവിലെ ഇന്ന് ഈ സ്മെല്ല് എവിടെ നിന്ന് വരുമെന്ന് അറിയാൻ വേണ്ടി വല്ല പട്ടിയ പൂച്ച ചത്തി കിടക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ വലിയൊരു പണിക്കാരനെ കൊണ്ട് ഞാൻ ഈ പെരേടൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പം ഓടിയ ഈ വഴിയിൽ തന്നെ മതിലരുവിന് ഇങ്ങനെ കയറുണ്ട്. കയറ് കണ്ടപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ തൂങ്ങിയ അവസ്ഥയിൽ ബോഡി കണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. തമിഴ്നാട്ടിലെ ഒരു അരുംകൊലയുടെ വാർത്തയിലേക്കാണ് ഇനി പോലീസ് പട്രോൾ പോകുന്നത്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് അധ്യാപികയെ ക്ലാസ് മുറിക്കുള്ളിൽ കയറി കുത്തിക്കൊലപ്പെടുത്തി. തഞ്ചാവൂർ മല്ലിപ്പട്ടണം സ്വദേശി 26-കാരിയായ എം രമണിയാണ് മരിച്ചത്. വിദ്യാർത്ഥികളുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. പ്രതി മദൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കവെയാണ് രമണിയെ പ്രതി മദൻകുമാർ കുത്തിക്കൊലപ്പെടുത്തിയത്. ക്ലാസ് മുറിയിൽ അതിക്രമിച്ചു കയറിയ പ്രതി വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് രമണിയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കൃത്യത്തിനു ശേഷം സ്കൂളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സ്കൂൾ അധികൃതരും നാട്ടുകാരും ചേർന്നാണ് പിടികൂടി പോലീസിന് കൈമാറിയത്. മാസം മുമ്പാണ് രമണി മല്ലിപ്പട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി എത്തിയത്. മദൻകുമാർ നിരവധി തവണ അധ്യാപികയോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗ്രാമത്തിലെ മുതിർന്നവർ കഴിഞ്ഞ ദിവസം മദനെ ഉപദേശിച്ചിരുന്നു. കൂട്ടുകാരുടെ പരിഹാസം കൂടിയായതോടെ രമണിയോട് തോന്നിയ പകയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. മല്ലിപ്പട്ടണം പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് നടന്ന അതിക്രൂരമായ കൊലപാതകം തമിഴ്നാട്ടിലാകെ നടുക്കമുണ്ടാക്കിയിട്ടുണ്ട്. പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചു. ന്യൂസ് 18 ചെന്നൈ. മലയാളികളെ അടുത്ത കാലത്തായി ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകൾ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ബാങ്ക് നിക്ഷേപം മിനിറ്റുകൾ കൊണ്ട് തട്ടിപ്പുകാർ ചോർത്തിയെടുക്കുന്നു. കംബോഡിയ, റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ഇരുന്നുവരെ
എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തട്ടിപ്പ് സംഘം വല നെയ്യുന്നു. അടുത്ത കാലത്ത് സൈബർ മാഫിയയെ വെട്ടിലാക്കിയ 2 സംഭവങ്ങൾ ഇത്തരം സന്ദർഭങ്ങൾ നേരിടേണ്ടി വരുന്നവർക്ക് മാതൃകയാണ്. തൃശൂരിൽ സൈബർ സെല്ലിലേക്ക് വിളിച്ച തട്ടിപ്പുകാരൻ വെട്ടിലായപ്പോൾ തിരുവനന്തപുരത്ത് തട്ടിപ്പ് സംഘത്തെ ക്യാമറയിൽ കുടുക്കിയത് വിദ്യാർത്ഥിയാണ്. Sir, my camera is not working properly, sir. Move your camera a bit down. Yes. What do you do? ये छोड़ दो भाई, ये काम छोड़ दो, आपको अच्छी तरह से नहीं चलेगा, समझा? മുംബൈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന സൈബർ തട്ടിപ്പുകാരൻ വിളിച്ചത് തൃശൂർ സൈബർ സെല്ലിലേക്ക്. ഫോണിലെ ക്യാമറ ഓഫ് ചെയ്തു വെച്ചിരുന്നതിനാൽ വിളിച്ചത് സൈബർ സെല്ലിലേക്കാണെന്ന കാര്യം ആദ്യം അറിഞ്ഞില്ല. ഒടുവിൽ വെർച്വൽ അറസ്റ്റ് ചെയ്യാൻ ക്യാമറ ഓണാക്കിയപ്പോഴാണ് വിളിച്ചത് യഥാർത്ഥ പോലീസിനെയാണെന്ന് തട്ടിപ്പുകാരന് മനസ്സിലായത്. തട്ടിപ്പ് മനസ്സിലായെന്നും നിങ്ങളുടെ മുഴുവൻ വിവരവും ലഭിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതോടെ വ്യാജ പോലീസുകാരൻ ഫോൺ ഓഫാക്കി സ്ഥലം വിട്ടു. സംഭവത്തിന്റെ ട്രോൾ വീഡിയോ തൃശൂർ സിറ്റി പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. Yes. What do you do? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. नमस्कार, नमस्कार. ये छोड़ दो भाई, ये काम छोड़ दो, आपको अच्छी तरह से नहीं चलेगा, समझा? आपका लोकेशन मुझे मिला है, आपका एड्रेस मुझे मिला है, सब कुछ मुझे मिला है. ये साइबर सेल है भाई, क्या देखो, ये साइबर सेल है. തൃശൂർ സൈബർ സെല്ലിലേക്ക് വിളിച്ച് അമളി പറ്റുന്ന തട്ടിപ്പുകാരന്റെ വീഡിയോ കാണിച്ചു കൊടുത്താണ് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശുഘോഷ് സൈന്ധവ് സൈബർ മാഫിയയെ കെട്ടുകെട്ടിച്ചത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നാണെന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘത്തിന്റെ കോളെത്തുന്നത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അശുഘോഷ് ഇരയെപ്പോലെ അഭിനയിച്ച് എല്ലാം രഹസ്യമായി ക്യാമറയിൽ പകർത്തി. Yes sir, exactly sir. I am the head of the software developers. I am the one who opens the documents and all sir. I only do signing. ഇതാണ് മുംബൈ പോലീസിലെ വില്ലൻ. My hands are free sir. I am asking about your hands free. Yes sir, hands are free. Nothing is in my hand. The doors are locked sir. The doors are locked here. ഒടുവിൽ തൃശൂർ പോലീസിന്റെ വീഡിയോ കാണിച്ചു കൊടുത്താണ് തട്ടിപ്പുകാരെ അശുഘോഷ് ഞെട്ടിച്ചത്. മലയാളം സംസാരിക്കണം മനസ്സിലാവുന്നില്ലല്ലേ? മനസ്സിലാവണ്ട, എനിക്കൊന്നും നിന്നെ മനസ്സിലാക്കി കിട്ടാനില്ല. अरे मलयालम सीखवाना, मैं क्यों आपके हिंदी में बोलना चाहिए? ओलो गोलो 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 गोलो, वो ही आपको पता है. ओलो गोलो 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 गोलो. കേരളത്തിലുള്ളവർ അറിയാൻ കളിക്കാൻ വരരുന്നു. अरे क्या 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 चाहिए आपको? क्या चाहिए आपको? क्या 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 चाहिए आपको? क्या चाहिए आपको? केरला के बच्चे के साथ नहीं खेलना चाहिए आपको. സമൂഹ മാധ്യമങ്ങളിൽ അശുഘോഷിന് അഭിനന്ദന പ്രവാഹമാണ്. ദിനംപ്രതി നിരവധി ആളുകൾ സൈബറിടങ്ങളിലെ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വിദ്യാർത്ഥിയുടെ പ്രവൃത്തി സഹായകമാണെന്ന് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു. കേരള പോലീസും വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കുടുംബ പ്രശ്നങ്ങൾ അതിക്രമങ്ങളിൽ കലാശിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് യുവതിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. വാഹനം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതായും സ്വർണ്ണമാല അപഹരിച്ചതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ നെടുങ്കണ്ടം കല്ലാർ സ്വദേശി പുളിക്കൽ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം പകൽ നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വെച്ചാണ് സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയെ അഭിലാഷ് കാറിൽ പിന്തുടരുകയും ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിനടുത്തേക്ക് ഓടിമാറിയ യുവതിയെ പിന്തുടർന്ന അഭിലാഷ് കടയ്ക്ക് മുൻപിൽ വെച്ച് ഇവരെ നിലത്തേക്ക് വലിച്ചിടുകയും മർദ്ദിക്കുകയുമായിരുന്നു. ആക്രമണത്തിനിടെ യുവതിയുടെ മാലയും കൈക്കലാക്കിയാണ് ഇയാൾ കടന്നുകളഞ്ഞത്. സ്ഥിരം മദ്യപാനിയായ അഭിലാഷ് ഭാര്യയെ പതിവായി മർദ്ദിക്കാറുണ്ടെന്നാണ് പരാതി. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത നെടുങ്കണ്ടം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് പോക്സോ കേസിൽ പ്രതിക്ക് 50 വർഷം കണ്ണുതടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. 13-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി കിരൺ ഷെട്ടിയെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. വിചാരണ നടക്കുന്നതിനിടെ പരാതിയിൽ നിന്ന് പിന്മാറാൻ ഇരയെ ഭീഷണിപ്പെടുത്തിയതിന് പ്രതിയുടെ സഹോദരൻ വരുൺ ഷെട്ടിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
കാസർഗോഡ് ജില്ലയിൽ പോക്സോ കേസിലെ ഏറ്റവും വലിയ ശിക്ഷകളിലൊന്നാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ചത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 13 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ബംബ്രാണ പൊയ്യവളപ്പിലെ കിരൺ രാജ് ഷെട്ടിയെ ജീവപര്യന്തം കഠിന തടവിനും അതിനു പുറമെ 50 വർഷം കഠിന തടവിനും 4 ലക്ഷം രൂപ പിഴയടക്കാനുമാണ് ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 16 മാസം അധിക കഠിന തടവ് അനുഭവിക്കണം. പോക്സോ വകുപ്പ്, SC/ST ആക്ട്, മറ്റു വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ ജഡ്ജി രാമു രമേശ് ചന്ദ്രമാനു ശിക്ഷിച്ചത്. 2018 ഒക്ടോബർ 8 11 മണിക്കും 2 മണിക്കും ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയെ കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കുമ്പള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ SMS DYSP ആയിരുന്ന K ഹരിചന്ദ്ര നായിക്കാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. പ്രതിയായ കിരൺ രാജ് ഷെട്ടിക്കെതിരായ പരാതിയിൽ നിന്നും പിന്മാറാൻ ഇരയെ ഭീഷണിപ്പെടുത്തിയെന്നതിന് സഹോദരൻ വരുൺ രാജ് ഷെട്ടിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ വിചാരണ നടപടികൾക്കിടെയാണ് ഇരയ്ക്കും കുടുംബത്തിനും നേരെ ഭീഷണി ഉണ്ടായത്. ഇതേക്കുറിച്ച് കുട്ടി കോടതിയിൽ വിവരം നൽകുകയും കുമ്പള പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് വരുൺ രാജ് ഷെട്ടിയെ പിടികൂടുകയുമായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് മുണ്ടേല മോഹനെ ആത്മഹത്യാ നിലയിൽ കണ്ടെത്തി. അമ്പൂരി തേക്കുപാറയിലെ സ്വന്തം റിസോർട്ടിന് പിന്നിലാണ് മൃതദേഹം കണ്ടത്. സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇദ്ദേഹം ഒളിവിലായിരുന്നു. സഹകരണ സംഘത്തിനെതിരെ നിക്ഷേപകർ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് മുൻ പ്രസിഡന്റ് മോഹനകുമാരൻ നായരെ മരിച്ച നിലയിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം തേക്കുപാറയിലെ റിസോർട്ടിന് പുറകിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ക്രമക്കേട് പുറത്തുവന്നതിനെ തുടർന്ന് ഒളിവിൽ പോയിരുന്നു. ആര്യനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലെ സാമ്പത്തിക ക്രമക്കേടുകൾ നേരത്തെ വിവാദമായിരുന്നു. സഹകരണ വകുപ്പിന്റെ അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ 34 കോടിയിലധികം രൂപയുടെ തിരിമറി നടത്തിയതായി കണ്ടെത്തി. തുടർന്ന് ബോർഡ് പിരിച്ചുവിട്ടു. അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ ഈ മാസം 11-നകം അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ എടുക്കുമെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി സമരക്കാരെ അറിയിച്ചുവെങ്കിലും ഇതുവരെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് മുണ്ടേല മോഹനൻ. ന്യൂസ് 18 തിരുവനന്തപുരം. മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് തൊണ്ടിമുതൽ തിരിമറിക്കേസിൽ തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. 1 വർഷത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ആന്റണി രാജു 2ാം പ്രതിയായ തൊണ്ടിമുതൽ തിരിമറിക്കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് സുപ്രീം കോടതി വിധിച്ചു. ആന്റണി രാജു വിചാരണ നേരിടണം. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കേണ്ട കേസിൽ അടുത്ത മാസം 20-ന് ആന്റണി രാജു നെയ്യാറ്റിൻകര കോടതിയിൽ നേരിട്ട് ഹാജരാകണം. 21 മാസത്തോളം വാദം കേട്ട ശേഷമാണ് സുപ്രീം കോടതിയുടെ തീർപ്പ്. കേസിൽ ശക്തമായ തെളിവുകളുണ്ടെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകിയതും നിർണായകമായി. കഴിഞ്ഞ 34 വർഷമായി ഈ കേസ് ചർച്ച ചെയ്യുന്നൊരു ഓരോ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഇങ്ങനെ വിധികൾ വരുമ്പോൾ നമ്മൾ അഭിപ്രായം പറയാറുണ്ട്. എനിക്ക് ഈ വിധിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല. അന്തിമ വിജയം എനിക്ക് തന്നെ ആയിരിക്കും. ഈ കേസിൽ പലരും പ്രതീക്ഷിച്ചിരുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി CBI എൻക്വയറി ഉത്തരവിടും എന്നുള്ളതാണ് ചിലരൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതും ഉണ്ടായിട്ടില്ല. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. അത് വരട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകും. എനിക്കിതിൽ യാതൊരു ആശങ്കയില്ല, ഒരു ഭയവുമില്ല. 1990 ഏപ്രിൽ 4-ന് ലഹരിമരുന്നുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സൽവദോർ സർവലി പ്രതിയായ കേസിൽ തൊണ്ടി വസ്തുവായ അടിവസ്ത്രം വെട്ടിത്തയ്ച്ചു ചെറുതാക്കിയ സംഭവത്തിലാണ് ആന്റണി രാജുവിനെ പ്രതിയാക്കിയത്. ലഹരിക്കടത്ത് കേസിൽ ഓസ്ട്രേലിയൻ പൗരനെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. തുടർന്ന് ആൻഡ്രൂ രാജ്യം വിട്ടു.
പ്രതിയെ വെറുതെ വിടാൻ പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത് കേസിലെ പ്രധാന തൊണ്ടിവസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്നതായിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് കടന്ന സൽവദോർ സർവലി അവിടെ ഒരു കൊലക്കേസിൽ പ്രതിയായി. മെൽബൺ റിമാൻഡ് സെന്ററിൽ തടവിൽ കഴിയുമ്പോൾ ആൻഡ്രൂ സഹതടവുകാരനോട് കേരളത്തിലെ കേസിനെക്കുറിച്ച് പറഞ്ഞതാണ് വഴിത്തിരിവായത്. 34 വർഷം പഴക്കമായ കേസിലെ സാക്ഷികൾ പലരും പ്രായം കാരണം വിചാരണയ്ക്കെത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ചിലർ മരിച്ചുപോയി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പോലീസ് ആസ്ഥാനത്തെ വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ സഹപ്രവർത്തകൻ അറസ്റ്റിൽ. ഗ്രേഡ് SI വിൽഫർ ഫ്രാൻസിസിനെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ IAS ഉദ്യോഗസ്ഥൻ K ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം നൽകിയത് തിരുവനന്തപുരം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ. തിരുവനന്തപുരം പൂവച്ചാൽ പുളിങ്കോട് ക്ഷേത്രത്തിൽ കവർച്ച. 10 പവൻ സ്വർണവും പണവും നഷ്ടമായി. കോതമംഗലത്ത് 18 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ എക്സൈസിന്റെ പിടിയിലായത് അസം സ്വദേശികളായ ഹഫിജുദ്ദീൻ, സഫീഖുൽ ഇസ്ലാം എന്നിവർ. വോട്ടെടുപ്പിനിടെ പാലക്കാട് നഗരസഭയിലെ വെണ്ണക്കര ബൂത്തിൽ UDF, BJP, LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് BJPയും CPMഉം രംഗത്തെത്തിയതാണ് സംഘർഷത്തിന് വഴിവെച്ചത്. അന്തർ സംസ്ഥാന മോഷ്ടാവ് കട്ടർ റഷീദ് മലപ്പുറത്ത് പിടിയിൽ. എടവണ്ണ പെരകമണ്ണ സ്വദേശി റഷീദിനെ പിടികൂടിയത് വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന്. UPയിൽ ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് മൃതദേഹം ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ. ഉത്തർപ്രദേശിലെ കർഹാലിൽ നടന്ന സംഭവത്തിൽ മുഖ്യപ്രതി പ്രശാന്തും മറ്റൊരാളും അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ ബിറ്റ്കോയിൻ വിവാദത്തിൽ ED റെയ്ഡ്. ഇടനിലക്കാരൻ എന്ന് സംശയിക്കുന്ന ഗൗരവ് മേത്തയുടെ വീട്ടിലാണ് പരിശോധന നടന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് 2 ദിവസം മുമ്പ് കാണാതായ 20-കാരിയെ കണ്ടെത്തി. ആലപ്പാട് സ്വദേശിയായ പെൺകുട്ടിയെയാണ് തൃശൂർ മുരിങ്ങൂരിലെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. അമ്മയോട് പിണങ്ങിയായിരുന്നു പെൺകുട്ടി വീട് വിട്ടത്. അമ്മയുടെ പരാതിയിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. നിസ്സാര കാരണങ്ങൾക്ക് വീട് വിട്ടിറങ്ങുന്നവർ രക്ഷിതാക്കൾക്കുണ്ടാകുന്ന ആശങ്കയെക്കുറിച്ചും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.